പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പൈസി പൊട്ടറ്റോ ഫ്രൈ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ 2 പൊട്ടറ്റോ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതവിടെ നിന്ന് വെന്ത് വരട്ടെ. ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള മസാലക്കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി സ്റ്റവയിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒന്ന് ഇളക്കി വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴും മുളക് പൊടിയും ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൈ വിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ലാസ്റ്റ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. തീ ഒട്ടും കൂട്ടി വെക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഈ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് ഈ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പൊട്ടറ്റോ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇതിൻ്റെ വെള്ളമെല്ലാം മാർന്നു പോകുന്ന വിധത്തിൽ അരിച്ച് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ വെള്ളമെല്ലാം മാർന്നു പോകട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതാ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് മൂത്ത് പോയിട്ടില്ല. ഈ സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇടത്തരം വലിപ്പമുള്ള ഒരു സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അതുവരേക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ ആ കളറൊക്കെ ചെറുതായി ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ പൊട്ടറ്റോ അങ്ങ് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയുടെ വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതായത് ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോ ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി, ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ മസാലക്കൂട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തൊന്ന് വഴറ്റിയിരുന്നല്ലോ. അപ്പോൾ ആ വറുത്തെടുത്ത മസാലക്കൂട്ടിനോടൊപ്പം കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് വേണം ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ പൊടികൾ ഈ പൊട്ടറ്റോയിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഈ വെള്ളം വറ്റി കിട്ടുന്നതാണ്. നമുക്ക് തീ കൂട്ടി വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഈ പൊട്ടറ്റോയിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നല്ലതുപോലെ ഇളക്കി ഈ വെള്ളം പൂർണ്ണമായിട്ടും നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഓഫീസിൽ പോകുന്നവർക്കും മറ്റ് ജോലികൾക്ക് പോകുന്നവർക്കും ഒക്കെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ വിതറി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മല്ലിയില വിതറി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.